കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയുടെ വാർഷിക ബജറ്റ് ചർച്ചയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിലാണ് LDF അംഗങ്ങൾ വാക്കൌട്ട് നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈസ് ചെയർമാൻ VP ഫിറോസ് അവതരിപ്പിച്ച ബജറ്റിന്മേൽ വ്യാഴാഴ്ച രാവിലെ 11-നാണ് ചർച്ച ആരംഭിച്ചത്. ഈ വരുന്ന പരിശോധിക്കാനും ഈ ചർച്ച ഇറങ്ങിപ്പോവുകയാണ് അറിയിക്കുന്നത്. മറുപടി കേൾക്കുന്നതിന് ചെയർപേഴ്സൺ VM സുബൈദ, കൌൺസിലർ മരുന്നൻ മുഹമ്മദ് എന്നിവർ ബജറ്റിനെ പിന്തുണച്ച് സംസാരിച്ചു. അതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷാംഗം മരുന്നൻ സാജിദ് ബാബു, ബജറ്റ് മുൻവർഷങ്ങളുടെ ആവർത്തനമാണെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും നടപ്പിലായില്ലെന്നും പറഞ്ഞു. എല്ലാ വില്ലേജിലും കളിസ്ഥലം, KSRTCക്ക് സ്ഥലമെടുപ്പ്, ജനറൽ ആശുപത്രിക്ക് സ്ഥലമെടുപ്പ്, ഭൂരഹിത ഭവനരഹിതർക്ക് ഭവന പദ്ധതി, വ്യവസായ പദ്ധതികൾ, ആധുനിക അറവുശാല, ടാക്സി സ്റ്റാൻഡ്, പാർക്കിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തൽ, പട്ടണത്തിലെ ഇടറോഡുകൾ വീതി കൂട്ടി ബൈപ്പാസുമായി ബന്ധിപ്പിക്കൽ, ആധുനിക മത്സ്യമാംസ മാർക്കറ്റുകൾ തുടങ്ങിയ പദ്ധതികളൊന്നും ആരംഭിച്ചില്ലെന്നും വിമർശിച്ചു. സാജിദ് ബാബുവിന്റെ പ്രസംഗം അവസാനിച്ചതോടെ LDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൌൺസിലർമാരായ CP അബ്ദുൽ കരീം, AV സുലൈമാൻ, അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, ഷെറീന ജവഹർ, ബേബി കുമാരി എന്നിവർ നേതൃത്വം നൽകി. നാടിന്റെ വികസനത്തിനുതകുന്ന ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാതെ LDF അംഗങ്ങൾ ഒളിച്ചോടുകയായിരുന്നുവെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. പാർട്ടി ഓഫീസിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശം നടപ്പിലാക്കുകയാണ് അവർ ചെയ്യുന്നത്. PMAY പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ച നഗരസഭകളിലൊന്നാണ് ഇത്. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി വീതത്തിൽ തുക ചെലവഴിച്ച സംസ്ഥാനത്തെ 1-ാം സ്ഥാനം നേടിയ നഗരസഭയും മഞ്ചേരിയാണെന്ന് മുസ്ലിം ലീഗ് കൌൺസിലർ കണിയൻ അബൂബക്കർ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി, യാഷിഖ് മേച്ചേരി, NMLC കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ്, അഡ്വക്കേറ്റ് ബീന ജോസഫ്, TM നാസർ, MK മുനീർ, ഹുസൈൻ മേച്ചേരി, വലാഞ്ചിറ ഫാത്തിമ, MP സിദ്ദീഖ്, മുജീബ് റഹ്മാൻ പരേറ്റ, രാജൻ ചിറക്കൽ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.